ഹായ്, വെൽക്കം ടു അൺ അക്കാഡമി. എൻ്റെ പേര് ബിജേഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷൻ ക്ലോസ് എന്ന ടോപ്പിക്കാണ്. PSCക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കണ്ടീഷൻ ക്ലോസ്. ഈ കണ്ടീഷൻ ക്ലോസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഈഫ് ക്ലോസ്. എന്തുകൊണ്ടാണ് ഇതിനെ ഈഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്? ഈ ക്ലോസുകളിലെ എല്ലാ സെന്റൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈഫിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഈഫ് ക്ലോസുകൾ എത്ര തരം ഉണ്ട്? ഈഫ് ക്ലോസുകൾ 4 തരം ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്ലോസിനെ നമുക്ക് വിളിക്കാം സീറോ കണ്ടീഷൻ. ഒന്നാമത്തെ ക്ലോസ് അറിയപ്പെടുന്നത് സീറോ കണ്ടീഷൻ എന്നാണ്. പിന്നീട് വരുന്നു പ്രോബബിൾ കണ്ടീഷൻ. പിന്നീട് വരുന്ന ക്ലോസിന് പറയുന്നു ഇംപ്രോബബിൾ കണ്ടീഷൻ. ലാസ്റ്റ് വരുന്ന ക്ലോസിന് പറയുന്ന പേരാണ് ഇംപോസിബിൾ കണ്ടീഷൻ. ഓർത്തിരിക്കുക, സീറോ കണ്ടീഷൻ, പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. അപ്പോ ഈ ഓരോ കണ്ടീഷനെയും നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം. ബോർഡിലേക്ക് നോക്കാം. സീറോ കണ്ടീഷൻ. എന്താണ് ഈ സീറോ കണ്ടീഷൻ? അതിന്റെ ഫോം നമുക്ക് ആദ്യം പഠിച്ചു വെക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ എല്ലാ സെന്റൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈഫിൽ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈഫിൽ ആയിരിക്കും. അപ്പോ ഇവിടെ ഈഫിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഈഫിന് ശേഷം ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് അറിയാവുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ് ഫോം ഓഫ് ദ വെർബ്. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഫോം ഓഫ് ദ വെർബും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ V1 ഉപയോഗിക്കണം. അപ്പോൾ നോക്കാം, ഈഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെ ആയിരിക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇവിടെ ഹീറ്റ് എന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. എന്തുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു? നമുക്കറിയാം, യു എന്നത് സബ്ജക്റ്റ് പ്ലൂരൽ ആയതുകൊണ്ട് V1 ഉപയോഗിച്ചു. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മെയിൻ ക്ലോസിൽ ഏത് ടെൻസ് തന്നെ ഉപയോഗിക്കണം? മെൽറ്റ്സ്. വെർബിന്റെ എസ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഈഫിന് ശേഷം ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചപ്പോൾ മെയിൻ ക്ലോസിലും നമ്മൾ ഉപയോഗിച്ചത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അപ്പോ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയാം. എങ്ങനെ പറയാൻ പാടില്ല? ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയില്ല. എന്തുകൊണ്ട് പറയില്ല? കാരണം ഞാൻ ഇന്നലെ ഐസ് ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? മെൽറ്റ് ആയി. ഇന്ന് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മെൽറ്റ് ആയി. ഇനി നാളെ ഞാൻ ഇതേ പരീക്ഷണം ചെയ്താൽ എന്ത് തന്നെ സംഭവിക്കും? മെൽറ്റ് ആവും. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ആക്ഷൻ പെർമനന്റ് ആണ്, ഒരിക്കലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള സെന്റൻസുകൾ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ സീറോ കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാ സെന്റൻസിലും ഈ സീറോ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു മാറ്റവും സംഭവിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സീറോ കണ്ടീഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. PSC എക്സാമിന് ഈ ക്ലോസിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ പലപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒഴിവാക്കി കളയാറുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിക്കാറ് പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇംപോസിബിൾ കണ്ടീഷൻസിനെ മാത്രമാണ്. അപ്പോൾ ഇതും കൂടെ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് നമുക്കറിയാം പ്രോബബിൾ കണ്ടീഷൻ. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. നമുക്ക് റിയൽ കണ്ടീഷൻ എന്ന് വിളിക്കാം. പ്രോബബിൾ കണ്ടീഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിയൽ കണ്ടീഷൻ.
അപ്പോൾ ഇതിന്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ഈഫിന് ശേഷം ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത് എങ്കിൽ, ഈഫിന് ശേഷം ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത് എങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ, ഷാൾ, ക്യാൻ, മേ എന്നിവയാണ്. അതായത് ഈഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ ഇവിടെ വിൽ, ഷാൾ, ക്യാൻ, മേ എന്നിവ ഉപയോഗിക്കാം. അവയുടെ സെക്കൻഡ് ഫോംസ് ഉപയോഗിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് ഇവിടെ സെക്കൻഡ് ഫോംസ്? വില്ലിന്റെ സെക്കൻഡ് ഫോം വുഡ് ഉപയോഗിക്കാൻ പാടില്ല. ഷാളിന്റെ സെക്കൻഡ് ഫോം ഷുഡ് ഉപയോഗിക്കാൻ പാടില്ല. ക്യാനിന്റെ സെക്കൻഡ് ഫോം കുഡ് ഉപയോഗിക്കാൻ പാടില്ല. മേയുടെ സെക്കൻഡ് ഫോം മൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സിംഗ് എ സോങ് ഐ വിൽ ഡാൻസ്. ഇഫ് യു സിംഗ് എ സോങ് ഐ വിൽ ഡാൻസ്. ഇവിടെ യു എന്ന സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിന്റെ പ്ലൂറൽ ഫോം ആയ സിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയിൽ ഏതും ഉപയോഗിക്കാം. ഇഫ് യു സിംഗ് എ സോങ് ഐ വിൽ ഡാൻസ്. ഇഫ് യു സിംഗ് എ സോങ് ഐ ഷാൾ ഡാൻസ്. ഇഫ് യു സിംഗ് എ സോങ് ഐ ക്യാൻ ഡാൻസ്. ഇഫ് യു സിംഗ് എ സോങ് ഐ മേ ഡാൻസ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈഫിന് ശേഷം വരുന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ ഈ എഴുതിയിരിക്കുന്ന മോഡൽ ഓക്സിലറി വെർബിൽ ഏതും ഉപയോഗിക്കാൻ പറ്റും. അതാണ് പ്രോബബിൾ കണ്ടീഷന്റെ റൂൾ. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇംപ്രോബബിൾ കണ്ടീഷൻ. എന്താണ് ഇംപ്രോബബിൾ കണ്ടീഷന്റെ ഫോം? ഈഫിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ പാസ്റ്റ് ഫോം ആണ്, V2 ഫോം ആണ്. അപ്പോൾ ഈഫിന് ശേഷം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന മോഡൽ ഓക്സിലറി വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, അല്ലെങ്കിൽ അവയുടെ പാസ്റ്റ് ഫോം ആണ്. അപ്പൊ നോക്കാം, ഈഫിന് ശേഷം V2 ഫോം ഉപയോഗിച്ചാൽ ഇവിടെ മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കേണ്ടത് വുഡ് ആണ്, അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സാങ് എ സോങ് ഐ വുഡ് ഡാൻസ്. നേരത്തെ പറഞ്ഞത് പ്രോബബിൾ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇഫ് യു സിംഗ് എ സോങ് ഐ വിൽ ഡാൻസ് ആണ്. എന്നാൽ ഇംപ്രോബബിൾ കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് ഇഫ് യു സാങ് എ സോങ് ഐ വുഡ് ഡാൻസ്. ഇവിടെ ഈഫിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് V2 ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ്. ആയതുകൊണ്ട് നമ്മൾ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചു. അപ്പോ ഈഫിന് ശേഷം ഒരു പാസ്റ്റ് ഫോം ആണെങ്കിൽ ഇവിടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്രോബബിൾ കണ്ടീഷൻ തന്നെ മറ്റൊരു പേര് കൂടെയുണ്ട്. അതിനെ നമുക്ക് അൺറിയൽ കണ്ടീഷൻ എന്ന് വിളിക്കാം. ഇംപ്രോബബിൾ കണ്ടീഷന്റെ മറ്റൊരു പേരാണ് അൺറിയൽ കണ്ടീഷൻ. നമുക്കിനി അടുത്ത കണ്ടീഷൻ പഠിക്കാം, അതായത് ഇംപോസിബിൾ കണ്ടീഷൻ. ഇംപോസിബിൾ കണ്ടീഷന് മറ്റൊരു പേര് കൂടെയുണ്ട്, അതാണ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ. ഓർത്തിരിക്കുക, ഇംപോസിബിൾ കണ്ടീഷന് മറ്റൊരു പേര് കൂടെയുണ്ട്, അൺഫുൾഫിൽഡ് കണ്ടീഷൻ. ഇതിന്റെ ഫോം എന്താണെന്ന് നോക്കാം. ഈഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓർത്തിരിക്കുക, ഈഫിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം നമുക്കറിയാം ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോ ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കണം വെർബ്? മെയിൻ ക്ലോസിൽ നമുക്ക് വുഡ് ഹാവ് പ്ലസ് V3 എന്നോ, ഷുഡ് ഹാവ് പ്ലസ് V3 എന്നോ, കുഡ് ഹാവ് പ്ലസ് V3 എന്നോ, അതുമല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നോ ഉപയോഗിക്കാം. അപ്പോ ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 ആണ് വന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. അപ്പോ എക്സാമ്പിൾ നോക്കാം.
if you had sung a song, I would have danced. നോക്കാം, ഇവിടെ ഈഫിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് had പ്ലസ് V3 എന്ന വെർബാണ്. If you had sung a song. അപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? would have danced. So if you had sung a song, I would have danced. അപ്പോ നമ്മൾ കണ്ടീഷൻ ക്ലോസ് പഠിച്ചു കഴിഞ്ഞു. സീറോ കണ്ടീഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അവയെ മാറ്റി നിർത്തി പറയാം. അവയെ മാറ്റി നിർത്തി നമുക്ക് 1, 2, 3 എന്നീ നമ്പറിൽ നോക്കാം. If you sing a song, I will dance. If you sang a song, I would dance. If you had sung a song, I would have danced. അപ്പോൾ ഈ വെർബുകളുടെ ചേഞ്ചസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റും. അതായത് ഈ ഹാവ് എന്ന വെർബ് നമുക്കറിയാം. ഹാവ് എന്ന വെർബിനെ മെയിൻ വെർബ് ആയിട്ടും ഓക്സിലറി വെർബ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഹാവ് എന്നുള്ളത് ഒരു മെയിൻ വെർബാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹാവ് മെയിൻ വെർബ് ആയിട്ട് ഈഫ് ക്ലോസിൽ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രോബബിൾ കണ്ടീഷൻ ഈഫിന് ശേഷം ഹാവ് ഉപയോഗിച്ചാൽ, ഈഫിന് ശേഷം ഹാവ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഇഫ് ഐ ഹാവ് എ ടൈപ്പ് റൈറ്റർ, നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ വിൽ ടൈപ്പ്. ഓർത്തിരിക്കുക, ഹാവ് എന്ന മെയിൻ വെർബ് ഈഫിന് ശേഷം ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ആയിരിക്കണം? വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ, ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ ഇംപ്രോബബിൾ കണ്ടീഷനിൽ ആണ് ഈ ഹാവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹാവിന്റെ ഫോം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഈഫിന് ശേഷം ഹാവിന്റെ സെക്കൻഡ് ഫോം ഹാഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈഫിന് ശേഷം ഹാഡ് ആണ് ഉപയോഗിച്ചതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? നമുക്ക് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ എന്തായി മാറുന്നു? ഇഫ് ഐ ഹാഡ് എ ടൈപ്പ് റൈറ്റർ, ഐ വുഡ് ടൈപ്പ് എ ലെറ്റർ. ഓർത്തിരിക്കാം, ഇഫ് ഐ ഹാഡ് എ ടൈപ്പ് റൈറ്റർ, ഐ വുഡ് ടൈപ്പ് എ ലെറ്റർ. ഇതിനെ മൂന്നാമത്തെ അടുത്ത കണ്ടീഷനിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു? ഈഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സെന്റൻസ് നോക്കാം. ഇഫ് ഐ ഹാഡ് ഹാഡ് എ ടൈപ്പ് റൈറ്റർ, ഐ വുഡ് ഹാവ് ടൈപ്ഡ് എ ലെറ്റർ. എന്തുകൊണ്ട് ഇവിടെ ഇഫ് ഐ ഹാഡ് എന്ന് ഉപയോഗിച്ചു? നമ്മൾ പഠിച്ചു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ ഈഫിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഈഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോ ഈഫിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഓൾറെഡി ഒരു ഹാഡ് കിടപ്പുണ്ട്. ആ ഹാഡ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് ഉണ്ട്. ആ ഹാഡിനെ ഞാൻ ഇവിടെ എഴുതിയ ഹാഡ്. ഇനി വെർബിന്റെ V3 ഫോം ഉപയോഗിക്കണം. ഇവിടുത്തെ വെർബ് ഏതാണ്? ഹാവ് എന്ന വെർബാണ്. ഹാവ് എന്ന വെർബിന്റെ V3 ഫോം ഏതാണ്? ഹാവിന്റെ ഫസ്റ്റ് ഫോം ഹാവ് ആണ്, അതായത് V1 എന്ന് പറയുന്നത് ഹാവ് ആണ്. അതിന്റെ സെക്കൻഡ് ഫോം ആണ് ഹാഡ്. തേർഡ് ഫോം എന്ത് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. അതായത് ഹാവ്, ഹാഡ്, ഹാഡ് എന്നാണ് ഫോം വരുന്നത്. അപ്പോ ഇവിടെ മൂന്നാമത് ഞാൻ എഴുതിയിരിക്കുന്ന ഹാഡ് എന്നുള്ളത് V3 ഫോം ആണ്. അപ്പോ ഇത് മനസ്സിലാക്കണം. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റിൽ ഓൾറെഡി ഉള്ള ഹാഡ് ആണ്. എന്നാൽ രണ്ടാമത് ഉപയോഗിക്കുന്ന ഹാഡ് ഹാവ് എന്ന വെർബിന്റെ V3 ഫോം ആണ്. ഹാവ് എന്ന മെയിൻ വെർബിന്റെ V3 ഫോം ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇഫ് ഐ ഹാഡ് ഹാഡ് എ ടൈപ്പ് റൈറ്റർ എന്ന് പറയാം. ഇഫ് ഐ ഹാഡ് ഹാഡ് എ ടൈപ്പ് റൈറ്റർ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. സോ ഐ വുഡ് ഹാവ് ടൈപ്ഡ് എ ലെറ്റർ. അപ്പോ ഇത് PSCക്ക് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു പാർട്ടാണ്. ഈ എഴുതിയിരിക്കുന്നത് തന്നെ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, മറക്കരുത്. ഇഫ് ഐ ഹാവ് എ ടൈപ്പ് റൈറ്റർ, ഐ വിൽ ടൈപ്പ് എ ലെറ്റർ.
If I had a typewriter, I would type a letter. If I had a typewriter, I would have typed a letter. പി എസ് സിക്ക് കൂടുതലായിട്ടും ഈ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനിയും ഉണ്ട് ഒരു ക്ലോസ് കൂടെ നമുക്ക് പഠിക്കാം. ആ ക്ലോസ് വരുന്നത് ഇംപ്രോബബിൾ കണ്ടീഷന്റെ പാർട്ടായിട്ടാണ്. ഇതിന് പറയുന്ന പേരാണ് ഇമാജിനറി കണ്ടീഷൻ. അപ്പോ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രോബബിൾ കണ്ടീഷന്റെ ഒരു പാർട്ടാണ്. എന്താണ് ഈ ഇമാജിനറി കണ്ടീഷൻ? ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് സങ്കല്പിച്ച് പറയാം. ഞാൻ ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഐ വേർ എ ഫിലിം സ്റ്റാർ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഈഫിന് ശേഷം എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? ഇഫ് ഐ വേർ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇഫ് ഐ വേർ എന്നാണ്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ പറന്നേനെ. ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഈ ഇമാജിനറി കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടു ഈഫിന് ശേഷം ഐ എന്നും സബ്ജക്റ്റ് ഐ എന്നും വെർബ് വേർ എന്നും ഉപയോഗിച്ചു. സാധാരണ ഐ വേർ ഒരു നോർമൽ സെന്റൻസിൽ നമ്മൾ ഒരിക്കലും ഐ വേർ എന്ന് പറയില്ല. അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ ആം എന്നും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഐ വാസ് എന്നുമാണ്. എന്നാൽ ആ റൂൾസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇമാജിനറി കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഐ വേർ എന്നോ ഹി വേർ എന്നോ ഷീ വേർ എന്നോ എല്ലാം ഉപയോഗിക്കാം. അവൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഇഫ് ഹി വേർ എ ബേർഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇഫ് ഐ വേർ എ ബേർഡ് ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ആണ്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പോ ഇമാജിനറി കണ്ടീഷനുള്ള ഈ ഫോം പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോ കണ്ടീഷൻ ക്ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സീറോ കണ്ടീഷൻ, പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. ഒന്നുകൂടെ ഓർത്തിരിക്കുക. സീറോ കണ്ടീഷൻ, പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. മറ്റൊരു പേരിട്ട് പറഞ്ഞാൽ സീറോ കണ്ടീഷൻ, റിയൽ കണ്ടീഷൻ, അൺറിയൽ കണ്ടീഷൻ, അൺഫുൾഫിൽഡ് കണ്ടീഷൻ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.